കോട്ടയം ഏറ്റുമാനൂര് കാരിത്താസിന് സമീപത്തുള്ള 2 ബീഡിക്കടകളുണ്ട്. ഈ ബീഡിക്കടകൾ കാലാകാലങ്ങളായിട്ട് പരസ്പരം പ്രശ്നത്തിലാണ്. ഇതിനിടയിലേക്കാണ് ശ്യാം പ്രസാദ് എന്ന പോലീസ് ഓഫീസർ കടന്നു വരുന്നത്. ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി കടന്നു വന്ന അദ്ദേഹം ജിബിൻ ജോർജ് എന്ന 27-കാരനാൽ കൊല്ലപ്പെട്ടു. ജിബിൻ ജോർജ് പല ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നാണ് കിട്ടുന്ന പ്രാഥമിക നിഗമനം. ജിബിൻ ജോർജ് ഈ ഒരു മദ്യഷാപ്പിൽ എക്സ്കാലിബർ എന്നു പേരുള്ള ബാറിൽ മദ്യപിക്കാൻ വരുന്ന ആളാണ്. അതിനിടയിലാണ് ഈ ബീഡിക്കടയിലേക്ക് എത്തി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനിടയിലേക്ക് ആ പോലീസ് ഓഫീസർ കടന്നു വരികയും ഈ പിള്ളേരോട് പോകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലുണ്ടായ പ്രശ്നമാണ് ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ നമ്മളോട് പറയുന്നു. പ്രകാശനും ശാലിനി എന്നീ 2 പേരാണ് ഇവിടെ ഈ 2 ബീഡിക്കടകൾ നടത്തുന്നത്. ഇവർ തമ്മിൽ ഒരുപാട് നാളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. എപ്പോഴും ഇവിടെ പോലീസ് വരാറുണ്ട് എന്നൊക്കെയാണ് കിട്ടുന്ന വിവരം. ഈ 2 ബീഡിക്കടകൾ തമ്മിലുള്ള പ്രശ്നം, അതിൻ്റെ ഒരു അനന്തരഫലം കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ കൊലപാതകം. ഈ കൊലപാതകത്തിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഈ ഒരു പ്രശ്നവും ഇപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലോട്ടറി കടത്തുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ കാലാകാലങ്ങളായിട്ട് ഇവിടെ ഈ ബാർ ഉള്ളപ്പത്തിലുള്ളതാണ്. ആ ചേട്ടൻ്റെ ഒരു പ്രസ്ഥാനം നമുക്കൊന്ന് കേട്ടു നോക്കാം. ചേട്ടൻ, എന്താണ് ശരിക്കും സംഭവിച്ചത്? ഞാൻ ഈ ബാർ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ലോട്ടറി കച്ചവടം ഇവിടെ നിന്ന് ചെയ്യാൻ തുടങ്ങിയാണ്. ഇവർ ഈ 2 മാണക്കടക്കാരിൽ തമ്മി ഡെയിലി പ്രശ്നങ്ങളാണ് ഇവിടെ. 2 പേരെന്ന് പറഞ്ഞാൽ പ്രകാശനും ശാലിനിയും 2 ബീഡിക്കട നടത്തുന്ന ആൾക്കാർ. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പോലീസ് ഓഫീസർ എന്നും വന്ന കാപ്പിക്കടയിൽ നിന്ന് ചായയും കുടിച്ച്. ആരുടെ കടയിൽ നിന്നാണ്? ശാലിനിയുടെ ആണോ പ്രകാശൻ? അല്ല, ഇവിടെ ഇല്ല, ഇവിടെ കാപ്പിയില്ല. അവിടെ നിന്ന് തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് അവിടെ നിന്ന് കുടിച്ച് ഞങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞു പോകുന്നത് നല്ലൊരു വ്യക്തിയായിരുന്നു. ഇന്നലെ ഇവിടെ കിടന്നുണ്ട് ഇവന്റെ ആൾക്കാർ ഈ അറ്റത്തിരിക്കുന്ന ഈ കടക്കാർ പ്രകാശന്റെ ആൾക്കാരുമായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായപ്പോഴത്തേന് അയാള് പോട്ടെന്ന് പറഞ്ഞത്. അന്നേരം അയാളെ ചാട്ടി തൊഴിച്ചിട്ട് അതിന്റെ ഇടയിലേക്കാണ് ഈ പോലീസ് ഓഫീസർ കയറുന്നത്, ശ്യാം പ്രസാദ് കയറി വരുന്നത്. അല്ല, അയാളെ തല പോയി ടാറിനിട്ടിടിച്ച് ഈ പോലീസ് ഓഫീസറുടെ. അങ്ങനെയാണ് പുള്ളി മേടിക്കുന്നത്. നെഞ്ചത്ത് ചവിട്ടി എന്നാ പറയുന്നത്. നെഞ്ചത്ത് ചവിട്ടി കാണും, പക്ഷെ പുള്ളിയുടെ തല ഈ ടാറിനിട്ടിടിച്ചായിരുന്നു. വേണ്ട, പോലീസുകാർ വരച്ചിട്ടിരിക്കുന്ന രേഖയുണ്ടോ? അവിടെ ഇപ്പോൾ ഈ കാണുന്ന 2 പെട്ടിക്കടകൾ, ഇതിലൊന്ന് പ്രകാശന്റെയും മറ്റൊന്ന് ശാലിനിയുടേതുമാണ്. ഈ പെട്ടിക്കടകൾക്ക് ഇടയിലാണ് ഇന്ന് പുലർച്ചെ ശ്യാം പ്രസാദ് എന്ന പോലീസ് ഓഫീസർ കൊല്ലപ്പെടുന്നത്. ജിബിൻ ജോർജ് എന്ന 27-കാരൻ്റെ ചവിട്ടേറ്റാണ് ശ്യാം പ്രസാദ് കൊല്ലപ്പെടുന്നത്. ഇതിലേക്ക് നയിച്ച കാരണങ്ങളിൽ നാട്ടുകാർ പറയുന്നത് പ്രകാശൻ്റെയും ശാലിനിയുടെയും കാലാകാലങ്ങളായുള്ള വഴക്കാണ്. പ്രകാശിന് അല്പം പാർട്ടി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ശാലിനിയെ ബുദ്ധിമുട്ടിക്കുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പലതവണ ശാലിനിയുടെ കടയിൽ പലതരത്തിലുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുമാരും എക്സൈസുമാരും പ്രകാശിൻ്റെ പരാതി കേട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഈ പറയുന്ന പ്രകാശിൻ്റെ കടയിൽ വന്നിരുന്നു എന്ന് നാട്ടുകാർ പറയപ്പെടുന്ന ഈ പറയുന്ന ജിബിൻ ജോർജ് ഇവിടെ ഒരു കലാപം സൃഷ്ടിക്കുന്ന സമയത്ത് ഈ പോലീസ് ഓഫീസർ എന്നും അപ്പുറത്തെ ഒരു കടയിൽ ചായ കുടിക്കാൻ വരുന്നതാണ്. അങ്ങനെ ആ പോലീസ് ഓഫീസർ ഇത് കണ്ട് വന്ന് ഇതിലിടപെട്ട് കാര്യങ്ങൾ പരിഹരിക്കുന്ന സമയത്താണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. ഈ 2 ആളുകളുടെ പ്രശ്നങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ ബലിയാടായ ഒരാളാണ് ശ്യാം പ്രസാദ് എന്ന് നാട്ടുകാർ പറയുന്നു. ഞാൻ ഈ അപ്പുറത്തെ 3ാമത്തെ കടയുടെ ആ പുള്ളിക്കാരന് ഞാനോട് വലിയ സുഹൃത്ത് ബന്ധമുള്ളതാണ്. അപ്പം ഞാൻ ഇവിടെ കച്ചവടത്തിന് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. അപ്പം ഈ 2 കടക്കാർ തമ്മിൽ എപ്പോഴും കോമ്പറ്റീഷനാണ്. പ്രകാശനും ശാലിനിയും എപ്പോഴും അടിയാണ്. എന്താണ് ഈ അടിയുടെ കാരണം? പ്രകാശന് കച്ചവടം കുറയുന്നു, ശാലിനിക്ക് കച്ചവടം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പ്രകാശൻ പല പ്രാവശ്യങ്ങളിലായിട്ട് എക്സൈസുകാർക്ക് ഫോൺ ചെയ്യും. എന്തിനാണ് എക്സൈസുകാർ? അപ്പം ഈ ശാലിനിക്കെതിരെ കേസ് കൊടുക്കും. അപ്പോൾ ഈ പാൻപരാഗോ അതുപോലെയുള്ള ഈ ഉപയോഗിക്കാൻ കൊള്ളാത്ത സാധനങ്ങളെല്ലാം കഞ്ചാവും ഒക്കെ ഇവർ വിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ്. അങ്ങനെ പല പ്രാവശ്യങ്ങളും ഏറ്റുമാനൂർ എക്സൈസ് ഓഫീസിൽ നിന്ന് ഇവിടെ പോലീസുകാർ വരുന്ന സമയത്തൊക്കെ ഞാനുണ്ടായിരുന്നു. ഞാനൊരു മകസർ സാക്ഷിയായിട്ട് ഇവർ എക്സൈസ് ഓഫീസിൽ നിന്ന് ഇവിടെ കടയെല്ലാം പരിശോധിച്ച് ഒന്നും കിട്ടിയില്ല. ഞാനൊരു മകസർ സാക്ഷിയായിട്ട് ഒരുപാട് പ്രാവശ്യങ്ങളിൽ ഞാൻ അവർക്ക് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
ഈ ശാലിനിയും പ്രകാശനും ഒരേ സമയത്താണോ കട തുടങ്ങുന്നത്? അല്ല ശാലിനി ആദ്യം തുടങ്ങി. പ്രകാശനാണ് ആദ്യം തുടങ്ങുന്നത്. ശാലിനി വന്നിട്ട് ഇപ്പൊ ഒരു വർഷത്തോളമായി. ഈ 11 മണിയാകുമ്പോഴേ ബാർ തുറക്കുള്ളൂ. അപ്പൊ ആ സമയത്താണ് ഇവർ രണ്ടുപേരും ഒരുപോലെയൊക്കെ തുറക്കുന്നത്. അപ്പൊ അല്പം നേരം മുമ്പ് ശാലിനി തുറക്കും, പിന്നീട് വരുന്നത് പ്രകാശനാണ് തുറക്കുന്നത്. ഈ പ്രകാശൻ ഈ ബാർ തുടങ്ങി ഏതാണ്ട് 10 വർഷത്തോളമായിട്ട് ഈ എന്നും പോലീസ് സ്റ്റേഷനിൽ കയറാനും ഇമ്മൻ ഈ ആൾക്കാരുമായിട്ട് അടി ഉണ്ടാക്കാനേ നേരമുള്ളൂ. ഈ അറ്റത്തിരിക്കുന്ന ഈ കട ഇമ്മന്റെ പരിപാടി ഇതാ. ഈ പ്രശ്നം മുഴുവൻ പബ്ലിക്കിനോട് മൊത്തം പ്രശ്നങ്ങളാണ് ഇവനൊരു വല്ലാത്തൊരു മനുഷ്യൻ. എന്നിട്ടും പ്രകാശനെതിരെ ഒരു കേസില്ലേ? കേസ് വരണമെങ്കിൽ അവൻ പാർട്ടിയുടെ ആളല്ലേ? ഏത് പാർട്ടിയുടെ ആളാ? അവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളാണ് ഈ പ്രകാശൻ. അതുകൊണ്ട് പോലീസുകാരും കേസ് എടുക്കുന്നില്ല അല്ലേ? എടുക്കുകയല്ല. പോലീസുകാർക്ക് പേടി. ഇപ്പൊ പോലീസിനെ കൊന്നില്ലേ? ഇപ്പൊ പോലീസിനെ കൊന്നപ്പോ പോലീസുകാർ ഇപ്പോൾ വരുന്നു. അപ്പൊ ഈ പ്രശ്നവും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇപ്പൊ പോലീസ് മരിക്കാനിടയ സാഹചര്യം പ്രകാശനും ശാലിനിയും തമ്മിലുള്ള ഈ വഴക്കാണ്. ഈ വഴക്ക് പോലീസുകാർ നേരത്തെ പരിഹരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പോലീസുകാരനോട് കൊല്ലപ്പെടില്ല. പോലീസുകാർ നേരത്തെ പരിഹരിച്ചെങ്കിൽ ഈ കൊലപാതകം ഇവിടെ ഉണ്ടായില്ല. ഇവര് തമ്മിൽ ഡെയിലി അടിയാ ഈ രണ്ട് മണക്കെട്ട് തമ്മിൽ, പ്രകാശനും ശാലിനിയും തമ്മിൽ. നിങ്ങളൊക്കെ ആരുടെ ഭാഗത്താ? പ്രകാശന്റെ ഭാഗത്താണോ ശാലിനിയുടെ ഭാഗത്താണോ? നിഷ്പക്ഷമായിട്ട് അല്ല, ഈ പ്രകാശനും ശാലിനിയും തമ്മിലുള്ള വഴക്കിൽ ശരിക്കും ആരുടെ ഭാഗത്താ ന്യായം നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? ശാലിനിയുടെ ഭാഗത്താണ്. ശാലിനിയുടെ ഭാഗത്താണ് ന്യായം. അവര് ജീവിക്കാൻ വേണ്ടിയല്ല അത് ചെയ്യുന്നത് സാറേ. ഓക്കെ. അപ്പോൾ അവന് കച്ചവടം കുറയുമ്പോൾ ഇവൻ അതിനെ പ്രതികരിക്കും. ഇപ്പൊ ശാലിനി ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരുന്നു, പ്രകാശനെ കണ്ടില്ല. അതെന്താണ്? പ്രകാശന് പിടിപാടുണ്ട്. ശാലിനെ കൊണ്ടുവന്ന് പ്രകാശനെ എല്ലാം കൊണ്ടുവരാത്തത് അത് ഞങ്ങളുടെ ചോദ്യമാണ്. ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുന്ന പിള്ളേരല്ലേ, ഞങ്ങൾ ജനിച്ചു വളർന്ന പിള്ളേരാ കാരിത്താസി. എന്നാ പ്രകാശനെ കൊണ്ടുവരാൻ അത് ഞങ്ങൾക്ക് നിങ്ങളോടും ചോദിക്കാനുണ്ട് ആ കാര്യം എന്നാണ്. തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് പിന്നെ ചോദിക്കാനുള്ളോ. ശാലിനെ കൊണ്ടുവന്നു, എന്തുകൊണ്ട് പ്രകാശനെ കൊണ്ടുവന്നില്ല? പാർട്ടിയല്ല വന്നത്. ഏറ്റുമാനൂര് ഇന്ന് പുലർച്ചെ കൊല്ലപ്പെട്ട ശ്യാം പ്രസാദ് എന്ന പോലീസ് ഓഫീസറുടെ കൊലപാതകം പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത്. ഈ കൊലപാതകത്തിന് മുന്നോടിയായി തന്നെ ഇവിടെ ആ കൊലപാതകം ചെയ്യപ്പെട്ട 2 പെട്ടിക്കടകളുടെ സമീപത്ത് എന്നും പ്രശ്നങ്ങളാണെന്നാണ് പറയുന്നത്. പോലീസിന് ഇവിടെ വരുന്നത് ഒരു പുതിയ കാര്യമല്ല. എന്നിട്ടും ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലീസ് തയ്യാറായില്ല. അതിൻ്റെ ഇടയിലേക്കാണ് ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ശ്യാം പ്രസാദ് കയറി വന്ന് പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഈ ജിബിൻ ജോർജ് എന്ന ആളുടെ ചവിട്ടേറ്റ് ശ്യാം പ്രസാദ് നിഷ്കരണം കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നാട്ടുകാർക്ക് പറയാനുള്ളത്, ഇവിടെ കട നടത്തിയിരുന്ന പ്രകാശനും ശാലിനിയും തമ്മിലുള്ള വഴക്കിൻ്റെ അനന്തരഫലമാണ് ഈ പറയുന്ന ശ്യാമപ്രസാദിൻ്റെ രക്തസാക്ഷിത്വം എന്നാണ്.